നമസ്കാരം, ഞാൻ അനൂപ് ശാന്തി. നിങ്ങളോട് പറയുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലുണ്ട്. അപ്പം മേടം, ഇടവം കൂറിലുണ്ട്. അപ്പോൾ ഇടവം കൂറുകാരുടെ അവസാനത്തെ മുക്കാൽ കൂറ്, കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ കൂറ് ഇടവം കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. പൊതുവെ ഒരു പരോപകാരികളാണ്. അതേ കണക്ക് തന്നെ ആരോഗ്യവും ജീവിതശൈലിയും പൊതുവായി നോക്കുന്നവരായിരിക്കും. പിന്നെ ഇവരുടെ അഭിമാനത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവർക്കത് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകുന്നൊരു സ്വഭാവമുണ്ട്. പൊതുവെ എല്ലാവരെയും സഹായിക്കാനൊക്കെയുള്ള താല്പര്യം, മനസ്ഥിതിയൊക്കെയുള്ള പെട്ടെന്ന് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവവും ഈ കാർത്തിക നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ അത് ആലോചിക്കാതെ എടുത്തു ചാടുന്നൊരു പ്രവണതയും ഈ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് കാണുന്നു. അപ്പം ഈ നക്ഷത്രത്തിൻ്റെ ഈ വർഷത്തെ പൊതുവായ ഫലങ്ങളെന്ന് പറയുന്നത്, ശനി 11 ഇടവൻ രാശിയുടെ 2 വ്യാഴം നിൽക്കുന്നു, 11 ശനി നിൽക്കുന്നു. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ചൊവ്വ അഷ്ടമത്തിലും സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നു, ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പൊതുവെ നോക്കുമ്പം വ്യാഴം 2ാം ഭാവത്തിൽ ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഇവരെ നേരിടേണ്ടി വരും. അഷ്ടമാധിപ ചൊവ്വയും സൂര്യനും നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒടിവോ ചതവോ മുറിവോ ചിലപ്പോൾ അപവാദങ്ങളോ കേൾക്കാനുള്ള ഇടവരും. ജനുവരി 16 കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടാവാം. ഭാഗ്യസ്ഥാനത്തോട്ട് ചൊവ്വയും ഒക്കെ മാറും. അതിനൊക്കെ തന്നെ ശുക്രനും 20 കഴിയുമ്പം മാറും. അപ്പം അതും 13 കഴിഞ്ഞ് മാറ്റമുണ്ട്. അപ്പം ജനുവരി 13 കഴിഞ്ഞ് മാറ്റമുണ്ട്. അപ്പം ഏകദേശം ഒരു ജനുവരി 16 കഴിഞ്ഞ് പൊതുവെ ഇവർക്കൊരു മാറ്റം സംഭവിക്കാം. ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറും. പൊതുവെ എന്നാലും ശനിയൊന്നും ദോഷമായ സ്ഥാനത്തൊന്നുമല്ല ഇടവൻ രാശിക്കാർക്ക്. അപ്പം ജോലിയിലൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി കാര്യങ്ങളൊക്കെ നോക്കാം. വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ കൂടുതലും ക്ഷേത്രങ്ങളിൽ പോവുക, ദർശനങ്ങൾ നടത്തുക, ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക, വേണ്ടുമിതം വഴിപാടുകൾ ചെയ്യുക. ഒരു പരിധിവരെ എല്ലാ ദോഷങ്ങളെയും മാറ്റും. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.